ഓക്സിജൻ ക്ഷാമമാണല്ലോ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഈ പ്രതിസന്ധി സമയത്ത് സൗജന്യമായി ആവശ്യക്കാർക്ക് ഓക്സിജൻ നിറച്ചു നൽകുന്ന ഒരാളുണ്ട്. തമിഴ്നാട്ടിൽ മലയാളിയാണ്. ചെന്നൈക്ക് സമീപത്ത് ഗുമ്മിടിപ്പുണ്ടിയിൽ ഓക്സിജൻ പ്ലാന്റ്, ഗ്യാസ് പ്ലാന്റ് നടത്തുന്ന ക്ലമന്റ്, അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലാന്റിലാണ് നമ്മളുള്ളത്. സംസാരിക്കാം. ആർക്കൊക്കെയാണ് നമ്മൾ സൗജന്യമായിട്ട് ഓക്സിജൻ നിറച്ചു നൽകുന്നത്? സാർ, ഇപ്പോൾ എനിക്ക് പണ്ട് കാലങ്ങളിൽ വരാത്തവർ ഇപ്പോൾ ഒരു ദിവസം 1000 ഫോൺ കോൾ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിളിക്കുന്നതിൽ ഒരു 10% ആൾക്കാർ തീരെ പാവപ്പെട്ടവരാണ്. അവർക്ക് ഗ്യാസ് മേടിക്കാൻ പൈസയില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവർക്ക് കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പഞ്ചായത്ത് തലവന്മാരോ അല്ല നമ്മുടെ മലയാള പ്രമുഖരാരൊക്കെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഗ്യാസ് നടത്തി കൊടുക്കുന്നതാണ്. ഈ ഡൽഹിയിലൊക്കെ നമ്മൾ കാഴ്ച കാണുന്നുണ്ട്, ആൾക്കാർ ഈ ഓക്സിജന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന കാഴ്ച. അപ്പോഴാണ് നമ്മൾ സൗജന്യം കൊടുക്കുന്നത്. ആക്ച്വലി നമുക്ക് ചെന്നൈയിൽ ഇത്രയും ബുദ്ധിമുട്ടുന്ന എനിക്കുള്ളതായി തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രൊഡക്ഷനുണ്ട്, ഗ്യാസും നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷേ തീവ്ര പാവപ്പെട്ടവർക്ക് വെളിയിൽ നിന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിൻ്റെ ചെറിയ സിലിണ്ടർ വില 175 രൂപയും വലിയ സിലിണ്ടറിന് 175 ആണ്. പക്ഷേ ഇതൊക്കെ വെളി മാർക്കറ്റിൽ പോകുമ്പോൾ 600, 700, 800 വിൽക്കുന്നത്. പാവപ്പെട്ടവർ താങ്ങാൻ പറ്റാത്തവരാണ്. നമ്മൾ കുറച്ച് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച് നമ്മളൊരു 3-4 ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഓക്സിജൻ ഉണ്ടാക്കിയിരുന്ന സ്ഥലമല്ലേ അല്ലേ? ആക്ച്വലി നമ്മുടെ ഗുമ്മിടിപ്പിണ്ടി എന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ കമ്പനി വെച്ചിരിക്കുന്നത്. ഇവിടെ ആശുപത്രി കുറവാണ്, ഉള്ളതെല്ലാം ഇൻഡസ്ട്രി ഏരിയയാണ്. നമുക്ക് പോകുന്ന 100% ഇൻഡസ്ട്രിയൽ ഓക്സിജൻ മാത്രമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനകത്ത് പല ഗ്യാസുണ്ട്, ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, CO, പല ഗ്യാസുകൾ. അതിനകത്ത് ഓക്സിജൻ മാത്രമാണ് മെഡിക്കൽ ഉപയോഗിക്കുന്നത്. ഇതേ ഇൻഡസ്ട്രിയൽ ഗ്യാസ് തന്നെയാണ് മെഡിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് ഇൻഡസ്ട്രിയൽ കൊടുക്കാൻ പാടില്ല, മെഡിക്കൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി മൊത്തം സപ്ലൈ ഇപ്പോൾ നിർത്തിക്കൊണ്ട് നമ്മുടെ സിലിണ്ടറെല്ലാം മെഡിക്കലായിട്ട് കൺവേർഷൻ ചെയ്തിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലമന്റേട്ടൻ നമുക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ വീട് വെച്ച് നൽകിയ. ഇപ്പോൾ ക്ലമന്റേറ്റൻ എത്ര വീട് വെച്ച് നൽകി? ഇതുവരെയ്ക്കും 25 വീട് കെട്ടി, 26ാമത്തെ വീട് ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 26 വീടുകൾ വളരെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി നിർമ്മിച്ച് നൽകിയ ഒരാൾ കൂടിയാണ് ക്ലമന്റേട്ടൻ. എന്തായാലും ഇതൊരു വളരെ നല്ല കാര്യമാണ്. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഓക്സിജൻ സൗജന്യമായി നൽകുന്നത്. എല്ലാ അഭിനന്ദനങ്ങളും മാതൃഭൂമിയുടെ കൂടി അറിയിക്കാൻ. നാട്ടിലെവിടെയാണെന്നുള്ള കൂടി ഒന്ന് പറഞ്ഞു. നാട്ടില് എൻ്റെ വീട് കുട്ടനാട്ടിലെ പുതുക്കരി സ്ഥലമാണ്. പുതുക്കരി ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ വീട്. അവിടെ നിന്നാണ് ഞാൻ 90 ഇവിടെ വന്നിട്ട് ഈ ചെറിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത്. ഇതൊരു 80 പേരോളം ജോലിക്കാർ ജോലി ചെയ്യുന്നതാണ് കമ്പനിയിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേപോലെ ഈ പ്രതിസന്ധിയുടെ കാലത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ പറ്റാവുന്ന സഹായം ചെയ്യാനൊക്കെ ഒരുപാട് പേർ പല നാടുകളിലുണ്ട്. അവരിൽ മലയാളികളുമുണ്ട് എന്നത് നമുക്ക് സന്തോഷം കൂട്ടുന്ന കാര്യവുമാണ്. ചെന്നൈയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്. ശരിയാണ്, അനൂപ് പരിചയപ്പെടുത്തിയ ക്ലമന്റേട്ടൻ ഒരു വലിയ മാതൃകയാണ്. ഇതുപോലെ എല്ലാവരും ഈ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ഒരു മാതൃകയാകുക. എന്തായാലും ക്ലമന്റേട്ടന് നമ്മുടെ വലിയ ആശംസകൾ.